കോഴിക്കോട് തളി ക്ഷേത്ര നടയിൽ നിന്ന് നമുക്കൊപ്പം ദീപക് തരമടം കൂടി ചേരുന്നു. ദീപക്, അവിടെയും ഭക്തജനത ഉണ്ടോ? എന്താണ് വിവരങ്ങൾ തളിയിൽ? SKN പുതുവത്സരാശംസകൾ. ഇന്ന് കൊല്ലവർഷ പിറവിയാണല്ലോ. അതായത് 1199 നിന്നും 1200 കൊല്ലവർഷം കടക്കുന്ന ഒരു നൂറ്റാണ്ടിൻ്റെ തുടക്കം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസം. സാധാരണഗതിയിൽ കർക്കിടക മാസത്തിൻ്റെ ദുർഘടം കഴിഞ്ഞ് ചിങ്ങം എത്തുമ്പോൾ തന്നെ മലയാളികൾക്ക് വലിയ സന്തോഷമാണ്. കാരണം മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണത്തിനുള്ള ഒരുക്കമാണ് യഥാർത്ഥത്തിൽ ചിങ്ങത്തോടുകൂടി തുടങ്ങുന്നത്. തളി മഹാദേവ ക്ഷേത്രത്തിൽ സാധാരണഗതിയിൽ ചിങ്ങമാസം പിറവിക്ക് വലിയ തിരക്ക് തന്നെയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ക്ഷേത്രത്തിലെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. വലിയ രീതിയിൽ കൗണ്ടറിലും, നമുക്ക് പ്രജ്വൽ സുരേഷ് ഒന്ന് ക്യാമറ പാൻ ചെയ്താൽ വഴിപാട് കൗണ്ടറിലും അത്യാവശ്യം സ്ത്രീകളുടെ തിരക്കാണ് കൂടുതലുള്ളത്. സാധാരണഗതിയിൽ ഈ ചിങ്ങമാസ പുലരിയിൽ തളി മഹാദേവനെ തൊഴുക എന്നുള്ളത് കോഴിക്കോടുകാരുടെ ഒരു പതിവ് രീതിയാണ്. സാധാരണ ചിങ്ങപ്പുലരി നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിനിധികൾ തന്നെ ശരിയാണ്. ചിങ്ങപ്പുലരി പൊതുവെ തളിയിൽ പ്രധാനമാണ്. ഇപ്പം തിരക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് കർക്കിടക 9 മണിയാകുമ്പോഴേക്കും അതിൻ്റെ പീക്കിലേക്ക് എത്തും. വിശേഷ പൂജകളൊക്കെ ന്യൂ ഇയർ ആയിട്ട് വരുന്നുണ്ട്. ഏതായാലും എല്ലാവർക്കും മലയാള മാസത്തിലെ ചിങ്ങമാസം ഒരു നല്ലൊരു വർഷമായിട്ട് തീരട്ടെ എന്ന് തളി മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. രാവിലെ തന്നെ മകളുമായിട്ട് ചിങ്ങപ്പുലരി തൊഴാൻ വന്നതാണോ? അതെ. ഓണത്തിനുള്ള തയ്യാറെടുപ്പാണ്. അതെ. വാവേ, എങ്ങനെയാ? ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഇല്ല, SKN രാവിലെ എനിക്ക് തോന്നുന്നത് വീട്ടിൽ നിന്ന് എഴുന്നേപ്പിച്ച് കൊണ്ടുവന്ന ഇതിലാണെന്ന് തോന്നുന്നു. ആ കുട്ടി അത്യാവശ്യം കുറുമ്പിലാണ്. SKN ഈ ചിങ്ങപ്പുലരിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മലയാളികൾക്ക് നമ്മുടെ ഓണത്തിൻ്റെ ഒരുക്കത്തിലേക്ക് കടക്കുന്നു. മാത്രവുമല്ല, കർക്കിടക മാസം പേമാരിയുടെ ദുരിതങ്ങളുടെ മാസമാണ്. കർക്കിടം ദുർഘടം എന്നാണ് സാധാരണഗതിയിൽ പറയുന്നത്. ആ ദുർഘടം താണ്ടി നല്ല തെളിമയുടെ ആഘോഷത്തിൻ്റെ, ഉത്സവത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു പിറവിയാണ് യഥാർത്ഥത്തിൽ ചിങ്ങപ്പിറവി. SKN ദീപക് തരമടം, കുറേ പ്രേക്ഷകർ എനിക്ക് പുതുവത്സര ആശംസകൾ നേർന്നു. നിങ്ങൾക്ക് പുതുനൂറ്റാണ്ട് ആശംസ കൂടി ഞാൻ തിരിച്ചു നേരുകയാണ്. സുലൈമാൻ അബ്ദുൽ ഖാദർ, ഗുഡ് മോർണിംഗ്. 24 എല്ലാ ചാനലുകളെയും പിന്തുണക്കൊണ്ട് ഒന്നാം സ്ഥാനത്തെത്തിച്ച പ്രേക്ഷകർക്ക് ഒരു നന്ദി മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നു. ഓണമൊക്കെയാണ് വരുന്നത്, പ്രോത്സാഹനങ്ങളുടെ പെരുമഴയാണ് ഇവിടെയും കാണുന്നത് എന്നാണ് സുലൈമാൻ അബ്ദുൽ ഖാദർ പറയുന്നത്. എൻ്റെ സുലൈമാൻജി, നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇത്തവണ നമ്മുടെ ഓണത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ നമുക്ക് വയനാടിനെ ചേർത്ത് പിടിക്കാം. പ്രത്യേകിച്ച് മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിവട്ടം ഈ ഭാഗത്തൊക്കെ ഉണ്ടായ ജനങ്ങൾക്ക് ഉണ്ടായ ദുരന്തവും യാതനയും ക്ലേശവും കണ്ണീരും ഒക്കെ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഓണത്തിന് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നെങ്കിൽ അവിടെയാണ് ചെയ്യേണ്ടത്. അടുത്ത 1-ാം തീയതി ഞായറാഴ്ച നമുക്ക് കൽപ്പറ്റയിൽ ഒത്തുകൂടണം. അതിനായിട്ട് നമുക്ക് വയനാടിനെ ചേർത്ത് പിടിക്കണം. അവിടെ നമ്മൾ ലോകത്തോട് വിളിച്ചു പറയണം, എൻ്റെ കുടുംബം വയനാടിന് ഒപ്പമാണ് എന്ന്. അതുപോലെ സുധാ വിശ്വൻ, എൻ്റെ കുടുംബത്തിന് വരെ ഐശ്വര്യങ്ങൾ നേർന്നിരിക്കുന്നു. താങ്ക് യു സുധാ വിശ്വം. റോഹിൻ മനോജ് പറഞ്ഞ 5 വയസ്സുള്ള എൻ്റെ മകൻ നൈതിക് വരെ 24 പ്രേക്ഷകനാണ്. ഹാഷ്മിയാണ് അവന് ഇഷ്ടം. താങ്കളെയും ലേശം ഇഷ്ടമാണ് കേട്ടോ. ഹാഷ്മിയെ സ്നേഹിക്കൂ, ഒരു കുഴപ്പമില്ല.